തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് സെക്രട്ടേറിയറ്റിലെത്തുന്നത് സർക്കാർ ഉദ്യോഗസ്ഥനെ പോലെയാണ്. ഉച്ചഭക്ഷണവുമായി എത്തുന്ന വിജയ് അവിടുത്തെ മുറിയിൽ വച്ചു തന്നെ അത് കഴിക്കുന്നു. എന്തായാലും സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർക്ക് ഇതൊരു പുതിയ അനുഭവം തന്നെയായിരുന്നു. സെക്രട്ടേറിയറ്റിലെത്തുന്നതിൽ സമയനിഷ്ഠയും അദ്ദേഹം കൃത്യമായി പാലിക്കുന്നുണ്ട്. മെയ് 10-നാണ് അദ്ദേഹം അധികാരത്തിലേറിയത്. അന്ന് മുതൽ സെക്രട്ടേറിയറ്റിലെ ജോലികളിൽ വ്യാപൃതനായിരുന്നു. എന്തായാലും ഉച്ചഭക്ഷണവുമായി എത്തുന്ന മുഖ്യമന്ത്രിയെക്കുറിച്ച് സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർ വളരെ ആരാധനയോടെയാണ് എല്ലാവരോടും പറയുന്നത്. വളരെ ലാളിത്യത്തോടെ തന്നെ സാധാരണ സർക്കാർ ജീവനക്കാരനെന്ന പോലെ തന്നെയാണ് വിജയ് എല്ലാവരോടും പ്രവർത്തിക്കുന്നതും പെരുമാറുന്നതും. അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ജീവനക്കാരും ഇതൊക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. തമിഴക രാഷ്ട്രീയത്തിൻ്റെ പുതിയൊരു തുടക്കം തന്നെയായിരുന്നു ഇത്തരത്തിൽ വിജയ് അധികാരത്തിലേറിയത്. പല കാര്യങ്ങളും വിജയ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. വാഗ്ദാനം നൽകിയ കാര്യങ്ങളൊക്കെ തന്നെ വിജയ് നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ സാധാരണക്കാരെ പോലെ തന്നെ എല്ലാവരോടും പെരുമാറുന്ന വിജയെയാണ് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരും ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. അതേസമയം തമിഴക രാഷ്ട്രീയത്തിന്റെ ഗതിമാറ്റങ്ങൾ പ്രവചിച്ചുകൊണ്ട് DMK അധ്യക്ഷൻ MK സ്റ്റാലിൻ നടത്തിയ പ്രസ്താവനകൾ ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിൽ പുതിയൊരു കൊടുങ്കാറ്റിന് തിരികൊളുത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാർ ഏതു നിമിഷവും നിലം പൊത്താമെന്നും ഭരണത്തിലേക്ക് തിരിച്ചു കയറാൻ DMK പ്രവർത്തകർ സെക്കൻഡുകൾക്കുള്ളിൽ സജ്ജരാകണമെന്നാണ് സ്റ്റാലിൻ ആഹ്വാനം ചെയ്തത്.